ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത് മലയാളി സെക്രട്ടറി വരുമോ എന്നുള്ളതാണ്. അതിൽ MA ബേബിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഇന്നലെ MA ബേബി അത് നിഷേധിച്ചിട്ടുണ്ട്. 6-ാം തീയതി അറിയാം. നിങ്ങളുടെ ഊഹങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതറിയാം. ഒരു മലയാളി സെക്രട്ടറി EMS ശേഷം വീണ്ടും CPM വിട്ടുവോ? തീർച്ചയായിട്ടും അവരുണ്ട്. അതായത് സാനിയോയും സുനിലും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള അത്രയും ഓളം ഇവിടെയില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോട്ടലിലാണ്. തമിഴ്നാട് ഹോട്ടൽ എന്നുള്ളതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. തമിഴ്നാടിൻ്റെ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മാതിരിയുള്ള ഒരു ഹോട്ടൽ കൂടിയാണ്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്. കാരണം ഒരു മലയാളിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി EMS ശേഷം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ അത് MA ബേബിക്ക് അപ്പുറത്തേക്ക് ഒരു പേരില്ല എന്നുള്ളതാണ്. കാരണം നിലവിലെ പോളിറ്റ് ബ്യൂറോയിൽ ഒന്നുള്ളത് MA ബേബിയാണ്, അതിന് പുറമെ പിണറായി വിജയനാണ്, MV ഗോവിന്ദനാണ്. അപ്പോൾ ഈ 3 പേരിൽ ഏത് പേരുകൾ, അതായത് പിണറായി വിജയനെ എന്തായാലും പരിഗണിക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രിയാണ്, പ്രായം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഇളവ് നൽകി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ തുടരുമെങ്കിലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നീടുള്ളത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ കഴിഞ്ഞ കേന്ദ്ര പാർട്ടി കോൺഗ്രസിലാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉൾപ്പെടെ വരികയും ചെയ്യുന്നത്. കോടിയേരിക്ക് ശേഷം, പാർട്ടി കോൺഗ്രസിലല്ല, കോടിയേരി മരണപ്പെട്ടതിന് ശേഷമാണ് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. പിന്നീടുള്ളത് MA ബേബിയാണ്. MA ബേബിയെ പരിഗണിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കൃത്യമായ രീതിയിൽ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഖാവ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ MA ബേബിക്ക് അനുകൂലമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ MA ബേബി അത് പൂർണ്ണമായും തന്നെ നിഷേധിക്കുന്നുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനമില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് MA ബേബി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ ഉദ്വേഗജനകമാണ്. മലയാളി ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി വലിയൊരു സംഭവമാണ്. കാരണം EMS ശേഷം ഒരു മലയാളി ജനറൽ സെക്രട്ടറി CPM ഉണ്ടാവുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർട്ടി കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഒരാളെ പരിഗണിച്ച് അവിടെ വീണ്ടും ഒരു ശക്തി വർധനവിൻ്റെ ആവശ്യം പാർട്ടിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ, അതായത് പാർട്ടിക്ക് ദുർബലമായിട്ടുള്ള സംഘടനാ ശക്തിയുള്ള ബംഗാൾ, ത്രിപുര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാമുള്ള ആളുകളെ പരിഗണിച്ച് അവിടെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സംഘടനാ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് സ്വാഭാവികമായും MA ബേബിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ചിലപ്പോൾ മാറി മറ്റാരെങ്കിലും പരിഗണിക്കാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. എന്തായാലും മധുരയിൽ പാർട്ടി കോൺഗ്രസ് വളരെ സജീവമായി നടക്കുകയാണ്. വലിയ ഓളമുണ്ട്. കേരളത്തിലേതുപോലെ വലിയ ആഘോഷങ്ങളും വലിയ കൊടിതോരണങ്ങളോ വലിയ നാട് നീളെ ചുവപ്പ് തോരണങ്ങൾ കൊണ്ട് നിറയുന്നൊരു സാഹചര്യമൊന്നും ഇവിടെയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇവിടെ ഉള്ളത് വളരെ ആവേശത്തിൽ തന്നെയാണ്. ഇവിടുത്തെ പാർട്ടി സഖാക്കളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും, ബൃന്ദ കാരാട്ട്, സുഭാഷ് മേലി, MA ബേബി തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും.